ഭയങ്കര കൃഷ്ണ ഡിവോട്ടി അങ്ങനെ. അപ്പോൾ എനിക്ക് അമ്പലത്തിൽ അവിടെ തന്നെ കെട്ടണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. ആദ്യത്തെ ഒരു തിരക്കൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് ടെൻസ്ഡായി. പക്ഷേ വേഗം വിചാരിക്കുമ്പോഴേക്കും കാര്യം നന്നായി തൊഴാൻ പറ്റി. ആക്ച്വലി ഉള്ളിൽ കയറാണ്ട് തന്നെ പുറത്തുനിന്ന് നന്നായി തൊഴാൻ പറ്റി. ഭഗവാന്റെ അനുഗ്രഹം പോലെ. സന്തോഷം, അവർക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ, ഇതിലൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. അപ്പൊ നല്ലൊരു വിവാഹ മംഗളാശംസ. അതെ, ഹാപ്പി മാരീഡ് ലൈഫ്. അത് എന്റെ സെലക്ഷൻ. ലണ്ടൻ തുമ്മക്കട പാട്ടില്ലേ അതിന്റെ. ഫോട്ടോജനിക്കാ ഫോട്ടോ എടുക്കാൻ വേണ്ടി ജനിച്ചവിടെ കണ്ടോ എത്ര അത് ഇപ്പൊ കല്യാണം കഴിക്കുന്ന റീൽ എടുക്കാനാ. ാണ് മലയാളത്തോടെ ചക്കിക്കൊക്കെ സംസ്കരം. ആദ്യം പോകണമെന്ന് എനിക്ക് വിഷമാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം പോകുന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം അവള് ഫീല് പോയി കഴിഞ്ഞാൽ എനിക്കിനി നാട്ടില് ഫ്രണ്ട്സ് ആരും ഉണ്ടാവില്ല. എനിക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടില്ല. അവന് എപ്പോഴും നമ്മളെ വിളിക്കും, നമ്മൾ വിളിച്ചില്ലെങ്കിലും തിരിച്ചു വിളിക്കും. കോണ്ടാക്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഫ്രണ്ട്ലിയാണ് എല്ലാവരും ഒരേപോലെ ഷെയർ ചെയ്യുന്നു. എല്ലാവരും ഒപ്പം വേണം മുപ്പത്. അതൊരു ഭയങ്കര പ്ലസ് പോയിന്റ്. അത് ഞാൻ പലവട്ടം ഞാൻ ശ്രദ്ധിക്കുന്നത്. അവള് ചെറുപ്പത്തിലേ അവള് നല്ല പെർഫെക്റ്റ് ആണ് എല്ലാ കാര്യവും തന്നെ ചെയ്യും. ഞാൻ അവളിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ പഠിച്ചു. ഈ പഠിക്കുന്ന കാലത്ത് അങ്ങനെ നമുക്ക് എന്താ പറയാ അടുത്ത് കിട്ടിയിട്ടില്ലേ. അപ്പോൾ പുള്ളി സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കുറേ നാളായിട്ട് അറിയുന്ന ഒരാള് പിന്നെ വന്ന് സംസാരിക്കില്ല, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. ഒരു സ്ട്രേഞ്ചറാണെന്നൊന്നും തോന്നിയിരുന്നില്ല. അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു സംസാരിക്കാൻ. A beautiful bride and groom രണ്ടുപേരെയും ഈ സമയം വേദിയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്.